ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാവും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീം കോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. All the technology that is there, which has been developed by me, myself, am I servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the 4 walls of laboratory if it doesn't come out of 4 walls and goes to the people who is standing there in the queue? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി K മുരളീധരൻ. ഭക്ഷ്യസംരംഭകർക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യസംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി T. സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20-ന് പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. CBSE 9ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ മൂന്നാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. മൂന്നാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9ാം ക്ലാസ്സിന് പകരം 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷാ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3-ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് അവസരമൊരുക്കും. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55ഓളം ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മലയാള മാസമായ കർക്കിടകം 1-നാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആനസംഗമമായ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്. വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSC മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 വർഷത്തെ നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.